പ്രധാനമന്ത്രിയുടെ രാമക്ഷേത്ര പരാമർശത്തിൽ ചട്ടലംഘനമില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നരേന്ദ്രമോദി മതത്തിന്റെ പേരിൽ വോട്ട് തേടിയതായി കണക്കാക്കാൻ കഴിയില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. മോദി രാമക്ഷേത്രവും കർത്താർപൂർ ഇടനാഴിയും പരാമർശിച്ചതിൽ തെറ്റില്ല. തന്റെ ഭരണ നേട്ടങ്ങൾ വിവരിക്കുക മാത്രമാണ് പ്രധാനമന്ത്രി ചെയ്തതെന്നും കമ്മീഷൻ അറിയിച്ചു. കമ്മീഷന്റെ അവലോകന യോഗത്തിലാണ് വിലയിരുത്തൽ ഉണ്ടായിരിക്കുന്നത്. ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകാനായിട്ട് നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, ഈ പ്രധാനമന്ത്രിയുടെ യുപിയിലെ പരാമർശം വലിയ രീതിയിൽ പ്രതിഷേധമാക്കുക തന്നെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രതിപക്ഷം അടക്കമുള്ളവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിനെയൊക്കെ തന്നെ തള്ളിക്കൊണ്ട് മോദിക്ക് ക്ലീൻ ചീറ്റ് നൽകിക്കൊണ്ട് ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറയുക മാത്രമാണ് ചെയ്തതെന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. രജനി, കഴിഞ്ഞ ഏപ്രിൽ 9 ഉത്തർപ്രദേശിലെ പിലീഭത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗത്തിലെ പരാമർശമാണ് പരാതിക്ക് കാരണമായത്. സുപ്രീം കോടതി അഭിഭാഷകരുടെ ഒരാളായ വ്യക്തിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്. ഈ പരാതിയിൽ വ്യക്തമാക്കിയിരുന്നത് ഈ റാലിയിൽ പങ്കെടുത്തുകൊണ്ട് പ്രധാനമന്ത്രി പ്രസംഗിച്ചതിൽ ഒന്ന് പ്രധാന വിഷയം അയോധ്യ ആയിരുന്നു. അത് ചട്ടലംഘനമാകും. ഒപ്പം തന്നെ മറ്റ് കർത്താർപൂർ ഇടനാഴി സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രസംഗവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. ഈ രണ്ട് പരാമർശങ്ങളും നടത്തിയത് ചട്ടലംഘനമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ സുപ്രീം കോടതി അഭിഭാഷകൻ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്. ഇന്നലെ ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവലോകന യോഗത്തിൽ ഇത് സംബന്ധിച്ച് വിശദമായി തന്നെ ചർച്ച ചെയ്തു. പ്രധാനമന്ത്രി നടത്തിയ ഈ രണ്ട് പരാമർശങ്ങളും, ഒന്ന് കർത്താർപൂർ ഇടനാഴി സംബന്ധിച്ചും മറ്റൊന്ന് ഈ അയോധ്യ രാമക്ഷേത്രം സംബന്ധിച്ചിട്ടുള്ള പരാമർശങ്ങളിലും യാതൊരുവിധ തെറ്റുമില്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയത്. ഇത് രണ്ടും പ്രധാനമന്ത്രി അല്ലെങ്കിൽ BJPയുടെ തെരഞ്ഞെടുപ്പ് അജണ്ടയാണ്, അല്ലെങ്കിൽ പ്രകടന പത്രികയിൽ പോലും ഉൾക്കൊള്ളിച്ച കാര്യമായിരുന്നു. കർത്താർപൂർ ഇടനാഴി എന്ന് പറയുന്നത് 2019 ഉദ്ഘാടനം ചെയ്തതാണ്. ഭാരതത്തിലെ ഗുരുദ്വാരകളെയും അതേപോലെ തന്നെ പാകിസ്ഥാനിലെ സിഖ് ആരാധനാ കേന്ദ്രങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഈ ഇടനാഴി അത് ഭാരത സർക്കാരിൻ്റെ അഭിമാന പദ്ധതിയാണ്. അത് 2019 ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണ്. സ്വാഭാവികമായും ആ പദ്ധതി സംബന്ധിച്ച് ഈ 2024 നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ റാലിയിൽ പ്രധാനമന്ത്രി അത് ഉദ്ധരിക്കുന്നത് കൊണ്ട് ഒരു തരത്തിലുള്ള ചട്ടലംഘനവും ഉണ്ടാകില്ല എന്നാണ് പ്രാഥമികമായും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തിയത്. മറ്റൊന്ന് അയോധ്യ രാമക്ഷേത്ര വിഷയമാണ്. 500 വർഷത്തെ കാത്തിരിപ്പാണ്. മാത്രമല്ല BJPയുടെ അജണ്ട, അത് പരസ്യ അജണ്ട, വ്യക്തമായ അജണ്ട രാമക്ഷേത്ര നിർമ്മാണം. ആ രാമക്ഷേത്ര നിർമ്മാണം എന്ന അജണ്ട അത് ജനങ്ങൾക്ക് മുമ്പിൽ പലകുറി BJP ആവർത്തിച്ചതാണ്. കഴിഞ്ഞ ഓരോ തെരഞ്ഞെടുപ്പുകളും ഈ അജണ്ട മുൻനിർത്തിക്കൊണ്ട് ജനങ്ങളിൽ നിന്നും BJP വോട്ട് തേടിയതാണ്. അത് യാഥാർത്ഥ്യമാക്കിയ വിഷയമാണ്. അതിനാൽ തന്നെ ഈ അയോധ്യ വിഷയവും പരാമർശിക്കുന്നതിൽ യാതൊരുവിധ വീഴ്ചയും സംഭവിച്ചിട്ടില്ല, തെറ്റുണ്ടായിട്ടില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നത്. ഇന്നലെ നടന്ന ഈ അവലോകന യോഗത്തിലാണ് ഈ പ്രധാനമന്ത്രിക്ക് ക്ലീൻ ചീറ്റ് നൽകിക്കൊണ്ടുള്ള ഒരു തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. രജനി, ശരി, നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.